ഷൊർണൂർ മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ഇപ്പോൾ പ്രചരണം ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുന്നു? ഒന്നാം ഘട്ടം എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നാം ഘട്ടം എല്ലാ മണ്ഡലങ്ങളിലും എത്താൻ കഴിഞ്ഞിരുന്നു. പ്രധാന ആളുകളെ വോട്ടർമാരെ കാണുക എന്നുള്ളതാണ് ഒന്നാം ഘട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാരോട് പറയുന്നത്? ഒന്ന് ശബരിമല സംബന്ധിച്ചിട്ടുള്ള ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തകർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എടുത്ത നടപടികൾ, അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ, പാലക്കാടിനായിട്ട് നൽകിയ IITയും ഫുഡ് പാർക്കും, അതുപോലെ തന്നെ ഡിഫൻസ് പാർക്ക്, അമൃത് നഗര പദ്ധതി, ഈ പദ്ധതികൾ പാലക്കാടിനായിട്ട് നൽകിയ വികസന പദ്ധതികൾ മുൻനിർത്തിയാണ്. BJPയുടെ ഒരു പ്രതീക്ഷ എന്താണ് ഇത്തവണ? BJPയെ സംബന്ധിച്ചോളം വളരെ ശക്തമായിട്ട് അടിത്തറയുള്ള ലോക്സഭാ മണ്ഡലമാണ്. ഞങ്ങൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 2 നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനമാണ്. 3 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 30,000-ഓളം വോട്ടുകളുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുൻ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടിനെ അടിസ്ഥാനമാക്കിയല്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. 1-1 2 അല്ല, 1-1 11 വിശ്വസിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2772 വോട്ടുള്ള മലമ്പുഴയിൽ ഞങ്ങൾക്ക് 46,170 വോട്ടിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ 2 ലക്ഷം വോട്ടിൽ നിന്ന് 4 ലക്ഷം വോട്ടിലേക്ക് എത്താൻ കഴിയുന്ന ഉറച്ച ആത്മവിശ്വാസമുണ്ട്. SDPIയും പാലക്കാട് മത്സര രംഗത്തുണ്ട്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി തുളസീധരൻ പള്ളിക്കലാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 12,000-ലധികം വോട്ടുകൾ SDPIക്ക് പാലക്കാട് നിന്നും ലഭിച്ചിരുന്നു. പട്ടാമ്പി മുതൽ മലമ്പുഴ വരെയുള്ള 7 പാർലമെൻറ്റ് മണ്ഡലത്തിലും ശക്തമായ മത്സരം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും SDPIക്ക്. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിക്കുന്ന ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി അത്തരം വിഭാഗങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പാലക്കാട് ഒരു വലിയ കാറ്റ്, ഈ പാലക്കാട്ടെ അന്തരീക്ഷത്തെ വളരെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്തുകൊണ്ടതിൻ്റെ പുതിയ രാഷ്ട്രീയ കാറ്റ് വീശുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ ബലവും ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു പിന്തുണയും ഈ പാലക്കാടിനെ സത്യത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. 1/4 നൂറ്റാണ്ട് തങ്ങൾക്കൊപ്പം നിന്ന മണ്ഡലം ഇത്തവണയും തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് LDF പ്രതീക്ഷ. സുന്ന സാഹിബിലൂടെയും VS വിജയരാഘവനിലൂടെയും നേടിയെടുത്ത വിജയം ഇത്തവണ ആവർത്തിക്കാനാകുമെന്നാണ് UDF പ്രതീക്ഷ. പരമാവധി വോട്ടുകൾ പിടിക്കുക എന്നതാണ് NDA ലക്ഷ്യം വെക്കുന്നത്. കൊടും ചൂടിനിടയിലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ആവേശം അല തല്ലുകയാണ്.